നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര എലിയപ്പറ്റ അന്തിമഹാകാളൻകാവ് നവീകരണ സഹസ്ര കലശം. 3-ാം ദിവസം നടന്ന ഭഗവതി സേവ, മുളപൂജ തുടങ്ങി വിവിധ പൂജകളുടെയും OS സതീഷിന്റെ പ്രഭാഷണത്തിന്റെയും ദൃശ്യങ്ങളിലേക്ക്. ഒരു നമ്മൾ ഈ സങ്കേതത്തിൽ ബ്രാഹ്മണർക്കോ ദേവനോ അറിഞ്ഞോ അറിയാതെയോ എല്ലാ പാപങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാചക രൂപത്തിലാണ് പറഞ്ഞു തരുള്ളൂ. ഇപ്പോൾ ഇന്ന് ദ്വാദശനാമം കാലുവെച്ചുകൂട്ടുണ്ടായി. അപ്പോൾ ബ്രാഹ്മണരെ കാലുവെച്ച് കൂട്ടിയിട്ട് ആ സദസ്സിൽ വെച്ചിട്ട് വിളിച്ചു പറഞ്ഞാൽ ഒരു പ്രായശ്ചിത്തം, അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അതൊരു സഭയിൽ വിളിച്ചു പറഞ്ഞാൽ പ്രായശ്ചിത്തമായി എന്നാണ് പഴയ സങ്കല്പം. ആ സങ്കല്പപ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു മലയാളത്തിലൊരു വാചക രൂപത്തിൽ പറഞ്ഞു തന്നാൽ അതൊന്നും ഏറ്റില്ല. അത് അവിടെ സമർപ്പിക്കാം. ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരോ ദേവനോ ബ്രാഹ്മണർക്കോ അറിഞ്ഞോ അറിയാതെ കണ്ടോ ചെയ്ത എല്ലാ അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണേ. പ്രശ്നപരിഹാരം ഒരു നമ്മൾ ഈ സങ്കേതത്തിൽ ബ്രാഹ്മണർക്കോ ദേവനോ അറിഞ്ഞോ അറിയാതെ എല്ലാ പാപങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാചക രൂപത്തിലാണ് പറഞ്ഞു തരുള്ളൂ. ഇപ്പോൾ ഇന്ന് ദ്വാദശനാമം കാലുവെച്ചുകൂട്ടുണ്ടായി. അപ്പോൾ ബ്രാഹ്മണരെ കാലുവെച്ച് കൂട്ടിയിട്ട് ആ സദസ്സിൽ വെച്ചിട്ട് വിളിച്ചു പറഞ്ഞാൽ ഒരു പ്രായശ്ചിത്തം, അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അതൊരു സഭയിൽ വിളിച്ചു പറഞ്ഞാൽ പ്രായശ്ചിത്തമായി എന്നാണ് പഴയ സങ്കല്പം. ആ സങ്കല്പപ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു മലയാളത്തിലൊരു വാചക രൂപത്തിൽ പറഞ്ഞു തന്നാൽ അതൊന്നും ഏറ്റില്ല. അത് അവിടെ സമർപ്പിക്കാം. ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരോ ദേവനോ ബ്രാഹ്മണർക്കോ അറിഞ്ഞോ അറിയാതെ കണ്ടോ ചെയ്ത എല്ലാ അപരാധങ്ങളും പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണേ. അമ്മ ചെയ്യുന്നത് കണ്ട്, അച്ഛൻ ചെയ്യുന്നത് കണ്ട്, ആചാര്യൻ ചെയ്യുന്നത് കണ്ട് നമ്മളും നമ്മുടെ ആചരണങ്ങൾ ചെയ്തു വരുന്നു.
പക്ഷേ നിരവധി തരത്തിലുള്ള ആചരണങ്ങൾ, കർമ്മങ്ങൾ നമുക്കുണ്ടെങ്കിലും കർമ്മങ്ങൾ മൊത്തത്തിൽ 4 ഉള്ളൂ. 4 കർമ്മങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ കർമ്മത്തിൻ്റെ പേര് നിത്യകർമ്മം എന്നാണ്. പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം, നിത്യം, എന്നും ചെയ്യേണ്ടത് നിത്യകർമ്മം. എന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ സംശയം ഉണ്ടാവരുത്, ഞായറാഴ്ചയും ചെയ്യണോ എന്ന് ചോദിക്കരുത്, ഓണത്തിന് ചെയ്യണോ എന്ന് ചോദിക്കരുത്, വിഷുവിന് വേണോ എന്നും ചോദിക്കരുത്. എന്നും ചെയ്യേണ്ട, 365 ദിവസവും ചെയ്യേണ്ട, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നാം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുടെ പേരാണ് നിത്യകർമ്മം എന്നുള്ളത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കർമ്മമുണ്ട്, നൈമിത്തികം എന്നാണ് പേര്. നൈമിത്തിക കർമ്മങ്ങൾ, പേര് തന്നെ അതിൻ്റെ അർത്ഥവും നമുക്ക് തരുന്നുണ്ട്. നിമിത്തം ഹേതുവായി ജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ നൈമിത്തികം എന്ന് പറയും. എന്താ നിമിത്തം ഹേതു? ജീവിതത്തിൽ വന്നു ചേരുന്ന ചില വിശേഷ അവസരങ്ങളുണ്ട്. നമ്മുടെ കർമ്മം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അവശ്യം ചെയ്യേണ്ട ചില അനുഷ്ഠാനങ്ങളുണ്ട്. ഇതിനെയെല്ലാം ചേർത്താണ് നൈമിത്തികം എന്ന് പറയുന്നത്. പ്രധാനമായും ഷോഡശ കർമ്മങ്ങളെയാണ് നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയുക. ക്ഷേത്രങ്ങളിൽ നമ്മൾ അനുഷ്ഠാനം എന്ന് പറയാറുണ്ട്. അനുഷ്ഠാനം നൈമിത്തിക കർമ്മമാണ്. ഇങ്ങനെ നിമിത്തം ഹേതുവായി വന്നു ചേരുന്നത് നൈമിത്തികം. അതെന്നും ചെയ്യേണ്ട, വന്നു ചേരുമ്പോൾ നന്നായി ചെയ്യുക. കുഞ്ഞ് ജനിച്ചാൽ ആ ജനനത്തിൻ്റെ കുറച്ച് സമയം വാലായ്മ വന്നാൽ വാലായ്മ അനുഷ്ഠിക്കണം, ആചരിക്കണം. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇത്ര ദിവസമായി, അതുകൊണ്ട് നാമകരണം വേണം, നൈമിത്തികമാണ്. ഇത്ര മാസമായി, അന്നപ്രാശം വേണം, നൈമിത്തികമാണ്. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, മുത്തച്ഛൻ മരിച്ചു, മുത്തശ്ശി മരിച്ചു, അതുകൊണ്ട് പുല ആചരിക്കണം. അവർ മരിച്ചതിന് ശേഷം പുല ആചരിച്ചാൽ മതി, ഞായറാഴ്ച ഒഴിവാണ് എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ആളെ കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, മരിക്കട്ടെ എന്നിട്ട് ചെയ്യാം. അങ്ങനെ നിമിത്തം ഹേതുവായി വന്നു ചേരുന്നത് നൈമിത്തികം. അതാണ് രണ്ടാമത്തെ കർമ്മം. ഒന്നാമത്തത് നിത്യം, 2 നൈമിത്തികം. ഓർത്തു വയ്ക്കണം, കേട്ട് മറക്കരുത്. മൂന്നാമത്തത് കാമ്യകർമ്മം. കാമ്യം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. നമുക്ക് ധാരാളം കാമനകളുണ്ട്. കാമന എന്ന് കേട്ടാൽ തന്നെ പലർക്കും നെറ്റിച്ചുളിയും, അയ്യോ അതെന്തോ അരുതാത്തതാണെന്ന്. അല്ലേ അല്ല, എല്ലാം വേണ്ടതാണ്, എല്ലാം വേണ്ടതാണ്. അങ്ങനെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ധാർമ്മികമായി, അങ്ങനെ ധാർമ്മികമായി നമുക്ക് ആഗ്രഹമുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ ആചരിക്കണം. അതിൽ നിന്നുള്ള ലാഭവും നമുക്ക് വേണം. അങ്ങനെ നമ്മൾ ആഗ്രഹഹേതുവായി ചെയ്യുന്ന കർമ്മങ്ങളുടെ പേരാണ് നൈമിത്തികം എന്ന് കഴിഞ്ഞാൽ കാമ്യം. മൂന്നാമത്തത് കാമ്യകർമ്മം. എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ? പറഞ്ഞാൽ തീരില്ല. ഒരു 200 പേജിൻ്റെ പുസ്തകം കൊടുത്തിട്ട് ആഗ്രഹങ്ങൾ എഴുതിക്കോളൂ എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ പറയും 200 കഴിഞ്ഞു, ഇനിയുണ്ടോ ഒരു പുസ്തകം കൂടിയും. അത്ര ആഗ്രഹം നമുക്ക്, പറഞ്ഞാൽ തീരാത്ത അത്രയും ആഗ്രഹങ്ങളുടെ വലിയ ഭാണ്ഡവും ചുമന്ന് നടക്കുക നമ്മളൊക്കെ. പക്ഷെ പലതും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ആഗ്രഹഹേതുവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് കാമ്യകർമ്മം. ഓർത്തു വയ്ക്കണം, മനസ്സിലാക്കി വയ്ക്കണം. ഇപ്പോൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ധാരാളം കർമ്മങ്ങളുണ്ട്, വഴിപാടുകളുണ്ട്. ഇതെന്തോ വലിയ ഒരു കുഴപ്പമെന്ന് നമ്മുടെ വിചാരിച്ചിരിക്കണത്. ഒരു കുഴപ്പമില്ല. എന്തൊക്കെയാണോ ധാർമ്മികമായ ആഗ്രഹം, അതിനുവേണ്ടി എല്ലാ വഴിപാടും കഴിക്കണം. അതാരോടും പറയാതെ ഒളിച്ചും പാത്തും പതുങ്ങി ഒന്നും ചെയ്യേണ്ടതല്ല, ധാർമ്മികമാണ്. അതുകൊണ്ട് തന്നെ ഉച്ചത്തിൽ പറഞ്ഞു ചെയ്യണം. രാമായണത്തിൽ ദശരഥന് 60 വയസ്സായി. 60 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രായം കൂടുകയാണ്, ജരാനര ബാധിച്ച സമയമാണ്. സ്വാഭാവികമായും പ്രായം കൂടുമ്പോൾ മനോബലം കുറയും. മനോബലം കുറയുമ്പോൾ ഒരു കാര്യം ഇപ്പോൾ തന്നെ വേണം എന്നാഗ്രഹം തോന്നും. അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ആഗ്രഹം എന്ത് ചോദിച്ചാലും അപ്പോൾ കിട്ടണം.
മരുന്ന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരാഴ്ച മുമ്പേ അമ്മ പറഞ്ഞു തുടങ്ങും മരുന്ന് കഴിഞ്ഞു കേട്ടോ എന്ന്. എൻ്റെ കാരണം മനോബലം കുറയുമ്പോൾ ഒരു കാര്യം പെട്ടെന്ന് വേണമെന്ന ആഗ്രഹം തോന്നും. ഇത് മക്കൾക്ക് മനസ്സിലാക്കുക കൂടി വേണം. പ്രായം കൂടുമ്പോൾ ഏകാന്തത വർദ്ധിക്കും. പ്രായം കൂടുമ്പോൾ മനോബലം കുറയുന്നു, ഏകാന്തത വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കും. ദശരഥന് മക്കളില്ല, അനപത്യനാണ്. അനപത്യനായതുകൊണ്ട് ദശരഥന് കുഞ്ഞുങ്ങൾ വേണമെന്ന് വലിയ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാം, പ്രായം അതിക്രമിച്ചു. അല്ല, അദ്ദേഹത്തിന് മക്കളെ ഉണ്ടാകില്ല. 3 വിവാഹം കഴിച്ചു, പല പരീക്ഷണങ്ങളും നോക്കി, പല വഴിപാടുകളും നടത്തി. ആഹാ, മക്കളില്ല. അപ്പോഴാണ് ദശരഥന് ഒരു കാമ്യകർമ്മം ആഗ്രഹം തോന്നിയത്. പുത്രകാമേഷ്ടി എന്ന് പറയുന്ന യാഗം ചെയ്യണം. കാമ്യകർമ്മമാണ്. അങ്ങനെ അദ്ദേഹം പുത്രകാമേഷ്ടി യാഗം നടത്തി. അദ്ദേഹത്തിന് 4 മക്കൾ, 3 ഭാര്യയിൽ ജനിച്ചു. ഇത് കാമ്യകർമ്മമാണ്. രാമായണം മൊത്തം നോക്കിയാൽ എന്ത് ആഗ്രഹമുണ്ടോ അപ്പം യജ്ഞം, യാഗം മാത്രമേ ഉള്ളൂ. ഇന്ദ്രജിത്തിന് രാമലക്ഷ്മണന്മാരെ വധിക്കണം. അദ്ദേഹം എന്ത് ചെയ്തു? നികുംഭിലയിൽ പോയി യജ്ഞം നടത്തി. രാക്ഷസ യജ്ഞം നടത്തേ. അന്ന് വേറെ വഴിയൊന്നുമില്ല. യാഗം ചെയ്യുക, യജ്ഞം ചെയ്യുക, എന്നാൽ മാത്രമാണ് ആ യുഗത്തിൽ എന്തും കിട്ടും. മനസ്സിലായേ? അതുകൊണ്ട് കാമ്യകർമ്മമാണ് 3ാമത്തത്. 1ാമത്തെ ഏതായിരുന്നു? നിത്യം. 2ാമത്തത് നൈമിത്തികം. 3ാമത്തത് കാമ്യം. 4ാമത്തത് പ്രായശ്ചിത്തം. അപരാധം ഹേതുവായി വന്നു ചേരുന്നത് പ്രായശ്ചിത്തം. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ചെയ്യരുതാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ചെയ്യരുതാത്തത് ചെയ്താൽ പ്രായശ്ചിത്തമുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഒരെണ്ണം കൂടിയുണ്ട്. ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. 2ഉം ഒരുപോലെ മനസ്സിലാക്കണം. ചെയ്യരുതാത്തത് ചെയ്താൽ മാത്രമല്ല, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും പ്രായശ്ചിത്ത കർമ്മം. ഇപ്പോൾ കുട്ടികൾ, വിദ്യാർത്ഥികൾ, പഠിക്കാൻ പോകുന്നവരുടെ മുഖ്യധർമ്മം എന്താ? പഠിക്കുക. ഇതവർ ചെയ്തില്ല എന്നിരിക്കട്ടെ, പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ പ്രായശ്ചിത്ത കർമ്മമുണ്ട്. പരീക്ഷ എഴുതുക. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ പ്രായശ്ചിത്ത കർമ്മമാണ്. എന്തേ? നേരത്തെ ചെയ്യേണ്ടത് ശരിയായി ചെയ്യാത്തത് കൊണ്ട് തോൽവിയുടെ അപമാന ഭാരത്തിൽ നിന്ന് ഒരു പുതിയ ചിന്ത വന്നു, ഇനി വിജയിച്ചേ പറ്റൂ. അപ്പോൾ പ്രായശ്ചിത്ത കർമ്മം നമ്മൾ പരീക്ഷ എഴുതി യൂണിവേഴ്സിറ്റികളൊക്കെ എത്ര പൈസ ഉണ്ടാക്കണമെന്നറിയോ? സപ്ലി. എല്ലാവർക്കും സപ്ലിയാണ്. കുട്ടികൾ പരീക്ഷ എന്ന് കേട്ടില്ലെങ്കിൽ ഏറ്റവും അധികം കോളേജ് തലത്തിൽ കേൾക്കുക സപ്ലിയാണ്. എന്തേ കാരണം? പ്രായശ്ചിത്ത കർമ്മമാണ്. 4 കർമ്മങ്ങളുള്ളൂ ചെയ്യാൻ. നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. ഇത് മനസ്സിലാക്കിയാൽ ഇനി ഓരോന്നിനെയും ഒന്ന് വിവരിച്ചാൽ അതിൽ തന്നെ കുറേ അധികം, ഇതിൽ തന്നെ കുറേ അധികം, ഇതിൽ തന്നെ കുറേ അധികം. അപ്പം 3 ടൈറ്റിൽ എഴുതിയ, സബ് ടൈറ്റിൽ എഴുതിയാൽ ഈ സബ് ടൈറ്റിലിനെ നമുക്ക് വിശദീകരിക്കാൻ പഠിച്ചാൽ ഇത്രയേ ഉള്ളൂ ഹിന്ദു ധർമ്മത്തിലെ ആചരണങ്ങൾ.